ഉത്തരേന്ത്യയിലെ പോലെ തന്നെ ദക്ഷിണേന്ത്യയിലും തങ്ങളുടെ പ്രാതിനിധ്യം തെളിയിക്കുക. അതുതന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള പ്രചരണ പരിപാടികൾ BJPയുടെ ഭാഗത്തു നിന്നും നടന്നു കഴിഞ്ഞു. ഈ പ്രചരണ പരിപാടി അല്ലെങ്കിൽ ഈ പ്രചരണത്തിന്റെ സ്വഭാവം പരിശോധിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ മണ്ണ് എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ലേറെ തവണ സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഓരോ തവണയാണെങ്കിലും അദ്ദേഹം സന്ദർശിക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട എല്ലാം തന്നെ വ്യക്തമായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ആ പ്രചരണത്തിൽ ഏതെല്ലാം സാഹചര്യത്തിൽ, അതായത് പ്രത്യേകിച്ചും തൃശ്ശൂരാണ് അദ്ദേഹം എത്തിച്ചേരുന്നതെങ്കിൽ എന്താണോ തൃശ്ശൂരിന് ആവശ്യമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം തന്നെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയം മാത്രമാണ് തൃശ്ശൂരിൽ സംസാരിക്കുന്നത്. അതേസമയം തന്നെ കൊച്ചിയിലാണെങ്കിൽ എന്താണോ കൊച്ചിയുടെ രാഷ്ട്രീയം, അതേ രാഷ്ട്രീയത്തിൽ തന്നെയാണ് കൊച്ചിയിൽ സംസാരിക്കുന്നത്. അത് നേരെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തിന് ഉചിതമായ ഭാഷ ഏതാണോ അതേ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്. അതായത് കൃത്യമാണ്, ഓരോ നാടും അറിഞ്ഞുകൊണ്ട് ആ നാടിൻ്റെ ജിയോ പൊളിറ്റിക്സ് അറിഞ്ഞുകൊണ്ട് ആ ജിയോ പൊളിറ്റിക്സ് മാത്രം കേന്ദ്രീകരിച്ച് കൊണ്ട് നടത്തിയ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ നീക്കം. ആ രാഷ്ട്രീയ നീക്കത്തിൻ്റെ എല്ലാം തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്നത് പ്രധാനമായും മോദി എന്ന് പറയുന്ന ആ വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണോ ഒരു തരംഗമായി മാറിയത്, അതുപോലെ ഒരു തരംഗമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി. അതായത് ഇപ്പോൾ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധി തരംഗത്തെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മോദി തരംഗം സൃഷ്ടിക്കുക. അങ്ങനെ ആ മോദി തരംഗത്തിൽ ദക്ഷിണേന്ത്യ സ്വന്തമാക്കുക. യഥാർത്ഥത്തിൽ 2019 കോൺഗ്രസ് പയറ്റി തെളിയിച്ച അതേ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ പയറ്റാനായിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ അല്ലെങ്കിൽ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആ നീക്കം എന്ന് പറയുന്നത് വളരെ വലിയ വിജയം തന്നെ നേടിക്കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരും എന്ന് കണ്ടുകൊണ്ട് ഒരുപക്ഷെ സംഘപരിവാറിന് വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലാതിരുന്ന ജനത കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യുകയാണ്. അതായത് LDFന് വോട്ട് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഒരു ശബരിമല തരംഗം എന്ന് പറയുന്ന വലിയൊരു ഇമ്പാക്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ സംഘപരിവാറിനെ വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നേരെ രാഹുൽ ഗാന്ധിയിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 19 സീറ്റുകൾ നേടിക്കൊണ്ട് UDFന് വിജയിക്കാനായിട്ട് സാധിച്ചത്. അതേ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ BJP ഇവിടെ പയറ്റാൻ ശ്രമിക്കുന്നതും. യഥാർത്ഥത്തിൽ ഇവിടെ ഐക്യമായി മാറുകയാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് പയറ്റിയതിനേക്കാളും നല്ല കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് വിശകലനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടാണ് BJPയുടെ നീക്കം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മോദിയെ കളത്തിലിറക്കുന്നതിന് മുൻപേ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും വീണ്ടും ശക്തമായ ഒരു താരനിരയെ തന്നെ ഇറക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അതായത് ദേശീയ തലത്തിലെല്ലാം തന്നെ ഗ്ലാമറുള്ള നേതാക്കളെ കൊണ്ട് ദക്ഷിണേന്ത്യയിൽ കളത്തിലിറക്കുക എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയെന്നും നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യതയെന്നും S ജയശങ്കർ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യത തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ അത് വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ നിർമ്മല സീതാരാമനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ നേരിട്ട് തന്നെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ രാമനാഥപുരത്താണ് അദ്ദേഹത്തിന് മത്സര സാധ്യത ഏറുന്നത്. ഒരുപക്ഷെ ആദ്യം തന്നെ ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം തന്നെ ശക്തമായിരുന്നു. പക്ഷേ അന്ന് കേന്ദ്രങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള അത്തരം ഒരു തീരുമാനത്തിലേക്കൊന്നും തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വം ഈ തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ അഭ്യൂഹങ്ങളെല്ലാം തന്നെ ശക്തമായി വരികയാണ്. ദക്ഷിണേന്ത്യയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി മത്സരിക്കുകയാണ്, അതും രാമനാഥപുരത്താണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ശക്തമായി ഉയർന്നു വരികയാണ്. യഥാർത്ഥത്തിൽ മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു എന്നത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളിയായി വരുന്നത് മുസ്ലിം ലീഗ് കൂടിയാണ് എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു എതിരാളി വരുന്ന സാഹചര്യത്തിൽ അതൊരു പക്ഷേ ഹിന്ദുത്വക്കാണെങ്കിലും അല്ലെങ്കിൽ RSS വിശ്വാസികൾക്കാണെങ്കിലും അത്തരം ആശയങ്ങളെല്ലാം തന്നെ പിന്തുടരുന്നവർക്ക് ഒരുപക്ഷെ ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ്. മുസ്ലിം ലീഗിന് എതിരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടപൊരുതാനായിട്ട് വരുന്നത് എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയം കൂടി ഇതിന് പുറകിലുണ്ട്. എന്തു തന്നെയാണെങ്കിലും ദക്ഷിണേന്ത്യ കൈയടക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം, അഥവാ യഥാർത്ഥത്തിൽ BJPയുടെ ലക്ഷ്യം എന്നുള്ള കാര്യം കൃത്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അജണ്ടകളോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ BJPയുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും രാമനാഥപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
നരേന്ദ്രമോദി മത്സരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ ദേശീയ നേതൃത്വം എന്ത് തന്നെയാണെങ്കിലും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാദങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തുടരുക തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മത്സരിപ്പിക്കുന്ന കാര്യം BJP ഇപ്പോൾ പരിഗണിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ കൂടി നരേന്ദ്രമോദിയെ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ മണ്ഡലമായി തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതേസമയം തന്നെ രാമേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് രാമനാഥപുരം എന്നൊരു സവിശേഷത കൂടിയുണ്ട്. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിന് മുൻപ് മോദി രാമേശ്വരം ക്ഷേത്രത്തിൽ സന്ദർശനവും നടത്തിയിട്ടുണ്ടായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വഡോദരയിലും വാരണാസിയിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 2019 വാരണാസിയിൽ മാത്രമാണ് മോദി മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വാരണാസിക്ക് പുറമെ രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നാണ് നിലവിലുള്ള വിവരമെന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ കൂടി കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് മോദിയുടെ സ്ഥാനാർത്ഥിത്വം നിർണായകമാകുമെന്ന വിലയിരുത്തലാണ് 2 സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത നേടുന്നത്. BJPയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകുന്നതോടെ ഇത് സംബന്ധിച്ച തീരുമാനവുമുണ്ടാകും. മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന പ്രചരണം ഉണ്ടായിരുന്നുവെങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഇക്കാര്യം തള്ളുകയായിരുന്നു. 2 സീറ്റുകളിൽ മോദി മത്സരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മണ്ഡലമായി രാമനാഥപുരം പരിഗണിച്ചുകൂടെയെന്ന് പലരും ചോദിച്ചിരുന്നതായി നേരത്തെ തന്നെ തമിഴ്നാട് BJP പ്രസിഡന്റ് അണ്ണാമലൈ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ ഇക്കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ലും DMK തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത്. DMKയുമായി സഖ്യത്തിലുള്ള മുസ്ലിം ലീഗാണ് ഇവിടെ വിജയിച്ചത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നവാസ് ഖനി 1.25 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് രാമനാഥപുരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് 3 സീറ്റുകളാണുള്ളത്. അതിൽ 2 സീറ്റുകൾ എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിന് പുറമെ സീറ്റുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് രാമനാഥപുരമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത് ഒന്ന് മലപ്പുറം ഒന്ന് പൊന്നാനിയും തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ചേർന്ന യോഗത്തിൽ തന്നെ ആ 3 മണ്ഡലങ്ങളിലെ കൂടി കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനമെടുത്തുകൊണ്ടായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. രാമനാഥപുരത്ത് എന്ത് തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ള നവാസ് ഖനി തന്നെ മത്സരിക്കുമെന്നുള്ള തീരുമാനമെല്ലാം തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും തീരുമാനമായതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കെല്ലാം തന്നെ അവിടെ വിജയിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ രാമനാഥപുരം ലോക്സഭാ മണ്ഡലം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 6 മണ്ഡലങ്ങളിൽ 4 എണ്ണത്തിലും DMKക്ക് തന്നെയാണ് സ്വാധീനമേറെയുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ അവിടെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനാണ് സ്വാധീനമെന്നും കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ BJP സംബന്ധിച്ചിടത്തോളം അത്ര സാധ്യതയുള്ള മണ്ഡലമല്ല രാമനാഥപുരം എന്നത് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതേ സാഹചര്യത്തിൽ പക്ഷേ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ ഒരു മോദി തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ആ മോദി തരംഗത്തിൽ ഒരുപാട് വോട്ടുകളെല്ലാം തന്നെ ഒരുപക്ഷെ രാമനാഥപുരത്ത് നിന്ന് BJPയിലേക്ക് ചേരാനുള്ള ഒരു സാധ്യത ഏറെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യ കൈയടക്കുക എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വലിയ ഒരു അജണ്ട തന്നെ നടപ്പിലാവുകയാണ്. 400ഓളം സീറ്റുകൾ ഇത്തവണ പാർലമെന്റിൽ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് മോദി പ്രസംഗിച്ചതുമാണ്. എന്തു തന്നെയാണെങ്കിലും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് വേണ്ടി തന്നെയുള്ള ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയത്നങ്ങളെല്ലാം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം നടന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സംഘടന മികവുകളുള്ള ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ മോദിയാണ് മത്സരിക്കുന്നതെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പ്രചരണവും കൃത്യമായ രീതിയിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ DMKക്ക് ഏറെ സ്വാധീനമുണ്ടെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിനായിരിക്കാം അടുത്ത സ്വാധീന മേഖല അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് എന്നെല്ലാം പറയുമെങ്കിലും ഒരുപക്ഷെ മോദി തരംഗം എന്ന് പറയുന്ന ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സീറ്റ് അല്ലെങ്കിൽ ഒരുപക്ഷെ കാറ്റ് യഥാർത്ഥത്തിൽ BJPക്ക് അനുകൂലമായി തന്നെ വരാനുള്ള സാധ്യതയേറെയാണ്.